അപ്പച്ച ഇപ്പോഴത്തെ ഈ ഭരണത്തെ അപ്പച്ചൻ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ ഭരണത്തെ ഇത്ര ഒരു മോശം ഭരണം എന്റെ 77 വയസ്സിലാണ് ഞാൻ കണ്ടിട്ടില്ല. വളരെ മോശം, വളരെ മോശം. ഇതിവരെ കൊള്ളയാ. ഇതൊന്നും വേണ്ട. നമ്മുടെ ദേവാലയം കണ്ടില്ലേ, അമ്പലത്തിലെ ഇടപാട് കണ്ടില്ലേ? ആ കട്ടവനെ പിടിച്ച് ഇവിടെ കാസ്റ്റ് ചെയ്യാനുള്ള നട്ടലില്ലാത്തവനൊക്കെ ഇറങ്ങി പോകണം. അതാ ചെയ്യേണ്ടത്. അത്രയും തന്നിടയില്ലാത്തവൻ എന്നാ കാണിക്കുന്നത്? വിശ്വാസികളുടെ സ്വർണ്ണം മുഴുവൻ കട്ടോട് പോയില്ലേ? അവനെ തൊടാൻ പോലും ഇവർക്ക് പറ്റുന്നില്ല. പറയേണ്ട വാക്കൊക്കെ പറഞ്ഞ കട്ടിപ്പാടാണ് ഞാൻ പറയുന്നില്ല. പോകാൻ സമയം പോകുക കേട്ടോ. ഇപ്പോഴത്തെ ഭരണത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പോഴത്തെ ഭരണം എന്ത് ഭരണമാണെന്ന് ഭരണം നടക്കുന്നുണ്ടോ? ഈ അടുത്ത കാലത്ത് ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയാം. മോഹൻലാലിന് ഒരു അവാർഡ് കിട്ടി. മോഹൻലാലിന് കിട്ടിയ അവാർഡിൻ്റെ ദാന ചടങ്ങിന് 2,84,00,000 രൂപയാണ് അവാർഡ് ദാന ചടങ്ങിന് ചെലവ്. അവാർഡിനല്ല, അവാർഡ് ദാന ചടങ്ങിന്. അതുപോലത്തെ ഓരോരോ പരിപാടികളാണ് ഈ ഗവൺമെൻറ് നടത്തുന്നത്. എല്ലാതെ ഈ പാർട്ടി ഇനി നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ പാർട്ടി താറുമാറാകണം. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് ഒരു കുടുംബത്തിന് കൊടുക്കുന്നതാണ് 2 കിലോ അരി. 2 കിലോ അരി ഒരു മാസത്തേക്ക്, ഒരു മാസം കൊണ്ട് 2 കിലോ അരി കൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും? അതുപോലെ തന്നെ വേറൊരു കാർഡിൽ കൊടുക്കുന്ന 4 കിലോ അരി, മാവേലി സ്റ്റോർ, അങ്ങനെയുള്ള ഇതിൽ ഇന്ന് സാധാരണ ജനങ്ങളെല്ലാം വളരെ കഷ്ടപ്പെട്ടിരിക്കുക. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഏറ്റവും പരാജയമാണ് ഈ ഗവൺമെൻറ്. 50 രൂപയാണ് 1 കിലോ അരിയുടെ വില. പണ്ട് ഇവർ അരിക്ക് വില കൂടിയപ്പം അന്ന് ഭയങ്കര സമരം വെച്ച ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ് ഇന്ന് 50 രൂപ 1 കിലോ അരിക്ക് വന്നിട്ട് ഒന്നും അനക്കമില്ലാത്തത്. അതുപോലെ തന്നെ നെല്ല്, എന്തേരം നെല്ലുകളാണ് കിടന്ന് നശിച്ചു പോകുന്നത്. അതെടുത്ത് ആ കർഷകർക്ക് പൈസ കൊടുക്കാൻ കഴിവില്ലാഞ്ഞിട്ടാണോ? ഈ ശബരിമല വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ശബരിമല വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ശബരിമല വിഷയം അത് ഉണ്ടാക്കിയതാണ്. ശബരിമല വിഷയം ക്രിയേറ്റ് ചെയ്തതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. 2019 മുതൽ ശബരിമലയിലെ സ്വർണ്ണം കട്ട് അത് പിച്ചളയാക്കി അതിൽ പൂശി കൊണ്ടുപോയി അടിച്ചു മാറ്റിയതാണ് മുഴുവൻ. ഇപ്പോഴത്തെ ഈ ഭരണത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? വളരെ കഷ്ടമെന്നേ പറയാനുള്ളൂ. ഞാനൊരു വിശ്വാസിയും കൂടി ആയതുകൊണ്ട് അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയ ഒരവസ്ഥയിൽ വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ്, വളരെ ദുഃഖകരമായ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. പിന്നെ സാധനങ്ങളുടെയൊക്കെ വില അന്യായമായി 1 കിലോ അരിക്ക് 60 രൂപ കൊടുക്കണ്ടേ? ബാക്കി പച്ചക്കറിക്ക് എന്താ വില? ബാക്കി വണ്ടിക്കൂലി, വർഷാവർഷം വണ്ടിക്കൂലി കൂട്ടുന്നില്ലേ? ഇവിടുത്തെ സർക്കാരായാലും അവിടുത്തെ സർക്കാരായാലും ഈ പാവപ്പെട്ടവരെ ഒന്ന് ഗവനിക്കണ്ടേ? പാവപ്പെട്ടവർക്ക് ജീവിക്കണ്ടേ? മുമ്പേ അവിടെ പറഞ്ഞതുപോലെ ഒരു കടയിൽ നിന്ന് 60 വയസ്സ് വരെ നിന്ന് നിസ്സാര കൂലിക്ക് പണിത് അവിടുത്തെ പൊടിയും ഒക്കെ അടിച്ച് നിന്ന് 60 വയസ്സായാൽ അവിടെ പെൻഷൻ കിട്ടുമോ? ആ കടയിൽ പെൻഷൻ കിട്ടുമോ? ജവളിക്കടയായാലും സ്റ്റേഷനറി കടയായാലും പെൻഷൻ കിട്ടുമോ? അവരുടെ ബാക്കി ജീവിതം എന്താവും? കഷ്ടമല്ലേ? ഇത് പറയാനുള്ളൂ. ചേട്ടാ നമസ്കാരം. ഭരണത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇവിടുത്തെ ഭരണം അവറേജാണ്. വലിയ ഗുണം നമുക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പുള്ള കാര്യം ഈ കടബാധ്യത. 6 ലക്ഷം കോടി രൂപ കടമാണ്. ഇതേപോലെ കടത്തിൽ പോയിട്ട് കാര്യമില്ല. നമുക്ക് സാമ്പത്തിക പുരോഗതിയാണ്, എല്ലാവർക്കും നമുക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന ഒരു നയം എങ്ങനെ ഒരു ഭരണം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഇനി വന്ന പാർട്ടി എങ്ങനെ ഭരിക്കണം ആഗ്രഹിക്കുന്നത്? ഏത് പാർട്ടിയാണെങ്കിലും വേറൊരു പാർട്ടി അങ്ങനെ സജസ്റ്റ് ചെയ്യാനില്ല. കാരണം എല്ലാവരും ഇതിൻ്റെ ഒരു ബി ടീമായിട്ടാണ് തോന്നുന്നത്. ഒരു വ്യത്യാസമായ ഒരു വരെ. കാരണം ചെലവ് കുറച്ചിരിക്കുക, കൂടുതൽ സാമ്പത്തികം ഉണ്ടാകുന്ന നയം കൊണ്ടുവരിക, അതൊന്നും ഇല്ല. ഒരു ഭരണ മുന്നേറ്റം ഉണ്ടാവുമോ? ഒരു ഭരണ മുന്നേറ്റം ഉണ്ടാവുമോ? സാധ്യത കുറവാണ്. കാരണം ജനങ്ങൾ നിസ്സംഗതയിലാണ്. ഏത് തെരഞ്ഞെടുക്കാൻ ഒരു ഓപ്ഷൻ കാണുന്നില്ല. നല്ല നേതാവ്, നല്ല സംസ്കാരവും. 3ാം പിണറായി സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ഭരണം? വരണമെന്ന ആഗ്രഹം, പക്ഷേ അതിനുള്ള സാധ്യത വരാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇലക്ഷന് നല്ല പ്രവർത്തനം നടത്തണം, ജയിക്കാൻ വേണ്ടി. എല്ലാവർക്കും ഒരു വോട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് ജയിക്കാൻ വേണ്ടി ഏറ്റവും നല്ല ചിട്ടയായ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഓപ്പോസിഷൻ
ഒട്ടും നല്ല പ്രവർത്തനമാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പോഴത്തെ ഈ ഭരണത്തെ എങ്ങനെ നോക്കി കാണുന്നു? ഭരണം വൃത്തിയുടെ ഭരണം, വളരെ വൃത്തിയുടെ ഭരണം. പിണറായി വിജയന്റെ ഭരണം എന്ന് പറയുന്നത് ഏറ്റവും മോശമായ ഭരണമാണ്. ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ജീവിക്കാൻ അതിദരിദ്രരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആർക്കും ജീവിക്കാൻ ഒരു മാർഗവുമില്ല. ഈ ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും ഇല്ല, കച്ചവടം നടക്കുന്നില്ല. ഒരു കാരണവശാലും ജനങ്ങൾക്ക് ജീവിതം ബുദ്ധിമുട്ടിയ സാഹചര്യമാണ്. അതിൽ മാറ്റം വന്നേ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇദ്ദേഹം പറഞ്ഞത് തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അത് തന്നെ വളരെ കഷ്ടമെന്ന് പറയാം. കഷ്ടമെന്ന് തന്നെയേ പറയുള്ളൂ. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കല്ല, അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് അവർ മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഭരണത്തെ എങ്ങനെ നോക്കി കാണുന്നു? ഇവിടുത്തെ ഭരണത്തെ ഒന്നും പറയാൻ പറ്റില്ല. അത് തീർന്നും പോരാ. സാധാരണക്കാരെ ജീവിക്കാൻ ഒരിക്കലും പറ്റുകയില്ല. ഇതിനെല്ലാവരും മാറ്റം വന്നെന്ന് ആഗ്രഹിക്കുന്നില്ലേ? പണ്ടേ മാറേണ്ടതാ. ഒത്തിരി വലിയ നന്ദിയിലല്ലേ ഇതിലൊരു കുറച്ചേലും മാറ്റം വരേണ്ടതാ. ഇത് ജനങ്ങളുടെ കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് ഇപ്പോഴത്തുള്ളവർ താങ്ങാൻ പറ്റുകയില്ല, ജീവിക്കാൻ പറ്റുകയില്ല. ഇവർ എന്നാ തുകയുണ്ടെങ്കിലും ജീവിക്കാൻ പറ്റില്ല. ഒരു സ്റ്റേജായി കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ മാറി ജീവിച്ചാൽ മതിയോ? ഞങ്ങളും ജീവിക്കണ്ടേ? ചേച്ചിയെ നമസ്കാരം. ഇപ്പോഴത്തെ ഭരണത്തെ എങ്ങനെ നോക്കി കാണുന്നു ചേച്ചിയെ? ആദ്യം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുകയില്ല. പാവങ്ങളോട് ഒരു കരുണയില്ലാതെയാണ് അവർ പ്രവർത്തിക്കുന്നത്. നമുക്കിപ്പോൾ ഈ OIOP നിന്നോട്ട് 10,000 രൂപ പെൻഷൻ മേടിച്ചെടുക്കണം, ഞങ്ങൾക്ക് അനുവദിക്കണം. പാവങ്ങളായ ഞങ്ങൾക്ക് മരുന്ന് മേടിക്കാനും വസ്ത്രം മേടിക്കാനും സാധനങ്ങൾ ഭക്ഷണം കഴിക്കാനും ഉള്ള സാധനങ്ങൾ മേടിക്കാനുള്ള 10,000 രൂപ ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ. ഇപ്പൊ ഈ ശബരിമല മോഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇവര് കാണിക്കുന്ന അനീതിയാന്ന് തോന്നുന്നുണ്ടോ? അനീതിയാണ്, 100% അത് അനീതി തന്നെയാണ്. സർക്കാരിന് എന്തൊരു പങ്കുണ്ടോ? സർക്കാരിന് അതിനകത്ത് പങ്കുണ്ട്. ആദ്യം മുതൽ കേൾക്കുന്ന അന്ന് മുതൽ ഉള്ള അനുഭവമുണ്ട്. അനുഭവം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുള്ളതാണ്. വിശ്വാസികളായ ജനങ്ങളെ ചതിക്കുകയാണ് അവർ ചെയ്തത്. അതെ അതെ അതെ, എനിക്ക് തന്നെയാണ്. അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പൂർണ്ണമായിട്ട് ചേട്ടാ, ഇപ്പോഴത്തെ ഭരണത്തെ എങ്ങനെ നോക്കി കാണുന്നു? ഇപ്പോഴത്തെ ഭരണം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ മേലാത്തൊരവസ്ഥ. ഏറ്റവും മോശമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ 60 കഴിഞ്ഞ സീനിയർ സിറ്റിസൺ ആയവർക്ക് ഒരു രീതിയിലും ജീവിക്കാൻ മേലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് സർക്കാർ ചേരുന്ന 2,500 പോലും അവർക്ക് നൽകിയില്ല എന്നത് മാത്രമല്ല, നികുതി അന്യായമായി വർദ്ധിപ്പിച്ചു. ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺ ആൾക്കാരാണ് കൂടുതലുള്ളത്. എന്നാൽ പോലും അവർക്കിന്ന് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ മേലാത്തതും കൃഷി ചെയ്യാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്ക് അവരെ തള്ളിവിട്ടു. അതിൽ നിന്നും ഒരു മോചനം ഉണ്ടാകണമെങ്കിൽ ഇനി ഇവിടുത്തെ വ്യാപാരി വ്യവസായികളാണേലും കർഷകരാണേലും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ മിനിമം പെൻഷൻ ഏകീകരിച്ചുകൊണ്ട് തുല്യ നികുതിക്ക് തുല്യ പെൻഷൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ കേരളം രക്ഷപ്പെടുള്ളൂ. ഇന്ത്യയിലാണേലും അതിന് 1 ഇന്ത്യ 1 പെൻഷൻ ആ ഒരു നയമാണ് ഏറ്റവും നല്ലത്. ഈ ശബരിമലയിലെ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ കട്ടിലയും ജനാലിയൊക്കെ പോയിട്ട് അതിനെങ്ങനെ കാണുന്നു ചേട്ടൻ? ഇത് ഇപ്പോൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചില സംഘടനകൾ സമരം ചെയ്യുന്നുണ്ടെങ്കിലും അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും പങ്കുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിഷ്പക്ഷമായി ചിന്തിക്കാൻ എല്ലാവരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഭരണകക്ഷിക്കാരും പറയാൻ കാരണം അവര് 90% വിഴുങ്ങുന്നു, ബാക്കി കേവലം നിസ്സാര തുക മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തുകൊണ്ട് അവര് ലക്ഷ്യത്തിലേക്ക് നീങ്ങും. ഒരു അന്വേഷണം ഉണ്ടാവുകയാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ മൂലധനം 80% കൊള്ള ചെയ്യപ്പെടുന്നതാണ്. ഈ കൃഷിയിലൂടെ കൃഷി എങ്ങനെയാ പോകേണ്ടതെന്ന് പറഞ്ഞാൽ ടെക്നോളജിയിൽ കൂടെ പോകണം. അതായത് ഇസ്രായേലിന്റെ ടെക്നോളജിയും ജപ്പാന്റെ ടെക്നോളജിയും നമുക്ക് പണം കൊടുത്തു വിടുന്ന മേടിക്കാമല്ലോ. അതെന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതൊക്കെ വിചാരിക്കണം. IT മേഖല ഇവിടെ പരിപോഷിപ്പിക്കാം, അതിവിടെ സാധിക്കുന്നില്ല. പക്ഷേ 80% പണം കൊള്ളയടിച്ചു പോവുക, ഇത് തൂർത്തടിച്ചു പോകുന്നു. ഇത് ഒരു തരത്തിൽ അന്യായം തന്നെയാണ്.
പിന്നെ അത് ഒരു തരത്തിൽ ലോകത്തിലെ ഏറ്റവും മോശം പെൻഷൻ ഉള്ളതും നമ്മുടെ ഇന്ത്യ തന്നെയാണ്. അറിയാതിരിക്കാതെ വയ്യ. ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ഒരു നുണയാണ്. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആരെക്കുറിച്ചും വ്യക്തിപരമായിട്ട് ആഗ്രഹമില്ല. അത് ഇതുവരെ ആരെക്കുറിച്ചും തൃപ്തികരമല്ല. അതെന്താണെന്ന് പറഞ്ഞാൽ OAUPയെ കുറിച്ച് നല്ല കാര്യം പറഞ്ഞ ആരുമില്ല. കാര്യം മോശമേ പറഞ്ഞുള്ളൂ. ദേശവിരുദ്ധ ശക്തിയാന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പിന്നെ ഒരു കുട്ടികളുടെ കൂട്ടായ്മയാന്ന് പറഞ്ഞവരുമുണ്ട്. അതിനും അപ്പുറം മറ്റൊന്നും കൊണ്ട് പറഞ്ഞു ഏതായാലും രാജ്യത്തെ മുടിപ്പിക്കുന്ന ഒരു സംഘടനയാണെന്ന് അതിനപ്പുറവും പറഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ട ജനങ്ങൾക്ക് അവർ 60 വയസ്സ് കഴിഞ്ഞാൽ 10,000 രൂപ പെൻഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് മരുന്ന് മേടിക്കാനുള്ള ചിലവാക്കുള്ളൂ, അല്ലാതെ ആഡംബര ജീവിതത്തിന് ഉതകിയല്ലോ. അതൊന്നുമില്ല. 10,000 ആണെന്ന് പറഞ്ഞാലില്ലേ, അത്യാവശ്യം മക്കളെ ആശ്രയിക്കാതെ കാരണന്മാർക്ക് ജീവിക്കാനുള്ളതായിട്ടുണ്ട്. ഈ കാലത്ത് നമ്മൾ ഈ നാടിന് വേണ്ടി പണിതു ഒരു പെൻഷൻ 10,000 രൂപ അത് അധികമല്ല അല്ലേ? അധികമല്ല. പക്ഷേ 10,000 രൂപ എന്ന് പറഞ്ഞാലും നമ്മൾ 5,000 തുടങ്ങാവുന്നതിലും ഭരണാധികാരികൾ പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ രാജ്യം വികസിത രാജ്യമാകാത്തതിന്റെ കാര്യമില്ലേ, 90% കാരണം ഈ ഉദ്യോഗസ്ഥർ തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടി വളരുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കർഷകനും ചെറുകിട വ്യവസായിയും ആത്മഹത്യ ചെയ്തെന്നൊരു വാർത്ത വരുന്നുണ്ട്. പക്ഷേ മന്ത്രിമാരോ ഉദ്യോഗസ്ഥന്മാരോ ആത്മഹത്യ ചെയ്തെന്നൊരു വാർത്ത വരാത്തത് എന്താ? അതൊക്കെ വിശാലമായിട്ട് ചിന്തിക്കണം. ജനങ്ങൾ ഒരു തരത്തിൽ അടിമത്വമാണ്, അതും കൂടെ മാറണം. ജനങ്ങളുടെ കുറേയധികം ജനങ്ങളുടെയും തെറ്റുണ്ട്. ഓക്കെ, നന്ദി, നമസ്കാരം. സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നിസ്സാര ജോലിക്കാരന് വരെ ഇവിടെ 30,000-40,000 രൂപ വരെ ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നുണ്ട്. ഇതൊന്നും അവർ അർഹിക്കുന്നതല്ല. സാധാരണ ജനങ്ങൾ ഒരു മെഡിക്കൽ ഷോപ്പ്, ആശുപത്രി, പലചരക്കട, ഇവിടെ എല്ലാം അന്യായ പിടിച്ചുപറിയാണ് മനുഷ്യനെ കാണിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ന്യായമായി ജീവിക്കാനുള്ള ശമ്പളം കൊടുക്കുക, ബാക്കി വരുന്ന പൈസ സാധാരണക്കാർക്ക് ആവശ്യമുള്ള രീതിയിൽ വിതരണം ചെയ്യുക. ഈ ഇലക്ഷൻ പത്രികയെ പോലും ഇത് കൊടുക്കാവുന്നവർക്ക് മാത്രമേ വോട്ട് ചെയ്യാവുള്ളൂ. അത്രയും നിയമപരമായിട്ട് ഇത് ജനങ്ങൾ കൈകാര്യം ചെയ്യണം. കാരണം എല്ലാ മനുഷ്യരും ഇവിടെ ഒരേപോലെ ജീവിച്ചു പോകേണ്ടതാണ്. ഇവിടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞ് സാധാരണ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടുക. ഓരോ സാധനങ്ങളും ഓരോ ദിവസവും സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു പലചരക്കടയിൽ ചെന്ന 100 രൂപയിൽ കുറഞ്ഞ ഒരു സാധനമില്ല. എണ്ണയ്ക്കും എല്ലാ സാധനങ്ങൾക്കും. അതുപോലെ മെഡിക്കൽ ഷോപ്പ്, ആശുപത്രി, ഡോക്ടർമാരാണെങ്കിലും രോഗിയെ ആദ്യം കാണുന്നത് അവൻ്റെ കൈ വല്ലതും ഉണ്ടോയെന്നറിയാനാണ്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ചികിത്സിക്കുകയുള്ളൂ. ഡോക്ടർ രോഗിക്കിട്ട് തല്ലി എന്നൊക്കെ പറയുന്നത് എല്ലാം കരേറ്റ പഠിക്കാനൊക്കെ ആക്കും ഇന്നത്തെ പത്രത്തിൽ, ഇന്നലത്തെ പത്രത്തിൽ. അത് ഡോക്ടർക്കിട്ടാണ് കൊടുക്കേണ്ടത്. ഡോക്ടർ മാന്യമായിട്ട് രോഗിയുടെ അടുത്ത് ശാന്തമായിട്ട് സംസാരിച്ച് അവൻ്റെ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ച് അവന് വേണ്ട ചികിത്സ കൊടുക്കണം. അതിനെന്നതാണോ ചോദിച്ച് മേടിക്കണം. അല്ലാതെ ഇത് കെട്ടിടം പണി പകുതിയാക്കിയിട്ടാ ഡോക്ടർ രോഗിയുടെ അടുത്ത് വരുന്നത്. ഇവനെ എങ്ങനെയും പെട്ടിക്കകത്താക്കി കൊടുക്കാൻ 2 ലക്ഷം 3 ലക്ഷം രൂപ കിട്ടുകയാണ്. അതുപോലെ ക്രൂവൽ മനസ്സാക്കിയ ഇന്നത്തെ ഡോക്ടർമാർക്ക് പോലും. പിണറായിയുടെ ഭരണത്തെക്കുറിച്ച് എൻ്റെ ഫാദർ പഴയ ഒരു കൂപ്പ് കോൺട്രാക്ടർ ഒരു 50 കൊല്ലം മുമ്പ് പറഞ്ഞത് ഇന്ന് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. കാര്യം ഈ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചു കഴിഞ്ഞാൽ അന്ന് തീപ്പെട്ടി ഫാക്ടറി ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. ഒരു തീപ്പെട്ടി കമ്പനി പോലും എൻ്റെ ഫാദർ പറഞ്ഞ ഒരു മലമൂട് എന്ന് പറഞ്ഞാൽ കാട്ടുവാസിയല്ല, ഈ കൂപ്പ് കോൺട്രാക്ടർ പഴയ കാലത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണ്. ഈ വലിയ തടികളെല്ലാം ഡിപ്പോളിലെത്തിച്ച്, ശരിക്കും പറഞ്ഞാൽ കാട്ടിലെ തടി തേവരുടെ ആന, ഇതിനെക്കുറിച്ചൊരു സിമ്പോസിയം എഴുതാൻ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ഫാദർ ഞാൻ പറഞ്ഞു വന്നത്, കോൺഗ്രസ്സുകാർ ഭരിച്ചാൽ അവരൊരല്പമൊക്കെ എടുക്കും, പക്ഷേ നാട് വികസിക്കണമെങ്കിൽ അവർ ഭരിച്ചാലേ പറ്റുള്ളൂ. അപ്പം എൻ്റെ അപ്പൻ 50 കൊല്ലം മുമ്പ് പറഞ്ഞ് എല്ലാ പത്രമൊക്കെ മനോരമ പത്രമൊക്കെ എടുത്ത്, ഇപ്പം ഞാൻ മനോരമ നിർത്തി കേട്ടോ, അവരെ നമ്മൾ വളർത്തി. പക്ഷെ അവരെ നമുക്കെൻ്റെ ആ പത്രം ഞാൻ 100 കൊല്ലം പാരമ്പര്യമായിട്ട് നിർത്തിക്കൊണ്ടിരുന്ന പത്രം നിർത്തുക, എന്നാലേ ഈ നാട് രക്ഷപ്പെടുള്ളൂ എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മുടെ നാടിനെ കുറിച്ച് പറഞ്ഞാൽ അവതാരം എന്നോട് ചോദിച്ചത്, പിണറായി
കോൺഗ്രസ് ഭരിക്കുന്ന മന്ത്രികളുള്ളത്. ഇവരെല്ലാം പകല് നമ്മളെ ഉറക്കി കാണിച്ച രാത്രി ഇവരൊരു ചക്ര എവിടെ ഉണ്ടോ അവിടെ ഇവർ ഒന്നിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ജനാധിപത്യമല്ല ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ഇത് ജനാധിപത്യവും രാഷ്ട്രീയവും ഒക്കെ എൻ്റെ അഭിപ്രായത്തിൽ കർണാടകയുടെ പകുതി കാലഘട്ടത്തിന്റെ ഇത് തീർന്നു, അവസാനിച്ചു. ഇപ്പൊ ഇവിടെ നടക്കുന്ന ഒരുപാട് കൂട്ടുകച്ചവടവും രാഷ്ട്രീയം പണ്ടേ മരിച്ചു. കുറെ പേര് കുട്ടികളെല്ലാം ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട് രാഷ്ട്രീയം ആണെന്ന് പറഞ്ഞു. എന്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയം പണ്ടേ മരിച്ചു. ഇതിപ്പോ ഒരു വ്യവസായശാല, ഒരു വ്യവസായ സംരംഭമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലെ ജനങ്ങൾ എനിക്ക് വ്യവസായശാല പാലോട് പേപ്പർ മില്ലൊക്കെ എന്റെയാണ്. അപ്പൊ ഞങ്ങള് ഈറ്റ കൊണ്ടുവന്ന് പിഴിയുന്ന ഒരവസ്ഥയാണ്. ഈറ്റ കൊണ്ടുവന്ന് പിഴിഞ്ഞ അതിന്റെ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞ പോലെ ജനങ്ങളെ ഇപ്പൊ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങളെ പിഴിഞ്ഞ് അവരെ ചോരയും നീറ്റിയും അവരുടെ ദൈവം കൊടുത്തിരിക്കുന്ന ഈ ഭൂമിയിൽ അവരുടെ മണ്ണ് കൊടുത്തിരിക്കുന്ന ആ കലോറിയും ഊർജവും കൊള്ളയടിച്ച് കുറെ പേര് ഏത് സംഭവം വന്നാലും ചക്രം കാണുന്നിടത്ത് ഇവർക്ക് കണ്ണുകൊണ്ട് എന്തോ ആക്ഷരം എന്തോ ഒരു ഇതുണ്ട്, അവരങ്ങ് ഒന്നാവില്ല. ഇതിന്റെ കുറെ ജനങ്ങൾ ഇന്നും മനസ്സിലാവാതെ രാഷ്ട്രീയം മണ്ണാങ്കട്ട എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാൽക്കീഴിലെ മണ്ണ് ഇപ്പൊ ഈ ഹിരോഷിമ നാഗസാക്കിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ബോംബ് സ്ഫോടനം വീണ് ഒറ്റപ്പെട്ട സംഭവമായതുകൊണ്ട് നമ്മളത് തിരിച്ചറിഞ്ഞു. ഇവിടെ പരോക്ഷമായിട്ട് നമ്മുടെ നാട് ഇഞ്ചിഞ്ചായി പരോക്ഷമായിട്ട് നമ്മുടെ നാട് തകർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഹിരോഷിമയിൽ ബോംബ് വീണേക്കാളും അവസ്ഥയിൽ അങ്ങ് കേരളം ഈ ഭരണം ഇത് ചോദിച്ചതല്ല, ഞാൻ റിട്ടേൺ വരികയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 50-60 കൊല്ലം ഇപ്പൊ പുറകോട്ടടിച്ചിരിക്കുകയാണ്. മനുഷ്യന്റെ ഒന്നും ഒരു ഒറ്റ പൈസ പാലായുടെ നഗരവീതിയിലൂടെ ഒരു മനുഷ്യൻ നടക്കാനില്ല. അതുകൊണ്ട് ആൾക്കാര് പാലായിലെ ഫുട്പാത്തില് കാറ് കയറ്റിയിട്ട് ആൾക്കാർ വാഹനം പാർക്ക് ചെയ്യാൻ കാറ് കയറ്റിയിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഇപ്പം ഇച്ചിരി റിസർവ് ചെയ്ത് പറയുകയാണ്. ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ജനാധിപത്യം ഇവിടെ അവസാനിക്കുന്ന കാര്യം. എൻ്റെ ഫാദർ ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ പഴയകാലത്തെ ഏറ്റവും വലിയ ഒരു ബിസിനസ്സുകാരനാണ് എൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞു കിടക്കുന്ന ലോ ഉണ്ടായ കാലം പോലെ തടികൾ ഡിപ്പോളിന് 10-30 ആന 100-500 തൊഴിലാളികൾ ഇതൊക്കെ വെച്ച് ഡിപ്പോളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അത് അവിടെ കിടന്നൊരു കരിഞ്ഞ് നശിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇന്ന് നമുക്ക് തടികൾക്ക് ആവശ്യമുണ്ട്. ഇത് ചുമ്മാ കാട്ടിലെ തടി അന്നും സർക്കാരിൻ്റെ ആർത്തി, ഇന്നും ആർത്തി. പിന്നെ കുറേയൊക്കെ നമ്മളെ ജനങ്ങളും ബോധവാനാവേണ്ടതുണ്ട്. നമ്മള് പൊതുജനങ്ങളും കൂടെ ഓരോ കാലഘട്ടത്തിൽ വരുന്ന ജനങ്ങൾക്ക് നമ്മൾ തന്നെ നമ്മൾക്ക് പറ്റിയ ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ മാത്രം ഞാൻ 100% കുറ്റപ്പെടുത്തുന്നില്ല. ഓരോ കാലഘട്ടത്തിന് നമുക്ക് അനുയോജ്യ ആളുകളെ തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടാവാം കുറെ ബൈക്ക് റാലി, ഇവര് തന്നെയാണ് മറ്റു പാർട്ടിക്കാരുടെ എല്ലാം കൊണ്ടുവരുന്നത്. ഈ ബൈക്ക് റാലി ഇങ്ങനെ കുറെ ആകാശത്തോട്ട് കുറെ വെടിയും പടക്കും, ഇത്ര കപ്പ ബിരിയാണി. ഇതില് നമ്മുടെ നാട് ശരിക്കും പറയുന്നത് നമ്മുടെ കേരളം എന്റേതാണെന്ന് പറയുന്ന ഈ കേരള നാടെന്ന് പറയുന്നത് എന്റേതെന്ന് പറയണം, നിങ്ങളുടെ അല്ല, എന്റേതെന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് നമുക്കിനി ഇവിടെ വിജയമുണ്ട്. ഇത് നമ്മുടെ വീട്ടില് ഒരു 5 ഏക്കർ സ്ഥലത്തിന്റെയോ 5 സെന്റിന്റെയോ ഒരു 10 സെന്റിന്റെയോ പ്രമാണം പെട്ടിയിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് എന്താ വലിയ സംഭവമാണ്. പക്ഷേ ഈ കേരളം നമ്മുടേതല്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ കിടന്ന് എന്നാ കളഞ്ഞിട്ടും കാര്യമില്ല. പല കൊള്ളക്കാരും ഇത് കൈക്കലാക്കിയോളൂ. ഇപ്പം നേരത്തെ ഈ ഭരണത്തെ എങ്ങനെ നോക്കി കാണുന്നു? പിണറായി സർക്കാരിന്റെ ഭരണം എങ്ങനെ നോക്കി കാണുന്നു? കൊള്ളികേല രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണം എങ്ങനെ നോക്കി കാണുന്നു? ഇഷ്ടമാണോ? സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, അത് രാഷ്ട്രീയക്കാർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും വേണ്ടി മാത്രമുള്ളതാണ്. ചേട്ടാ, രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണം എങ്ങനെ നോക്കി കാണുന്നു? ചേട്ടന് ഇഷ്ടമാണോ ഇപ്പോഴത്തെ ഭരണം? ജനം ഇനി അനുഭവിക്കാറുണ്ട്, കുറെ അനുഭവിച്ച് തീർന്നെങ്കിൽ മാത്രമേ ഇത് ശരിയാകുള്ളൂ. മൂന്നാമത് വരുന്നത് നല്ല കാര്യമാണ്. അനുഭവിച്ചോട്ടെ. ഒരു ബംഗാൾ ഭരണം ഇവിടെ നടക്കണം. ഒരു ആരിച്ചൻ ചെങ്ങളം നോക്കിക്കോളുക. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നോക്കിക്കോളുക. ജനങ്ങളെ റദ്ദ് ചെയ്തൊരു ഗവൺമെന്റ്,
പ്രതിപക്ഷം പോലും സതീശനൊക്കെ ഉത്തരവാദിത്തമുണ്ട്. ലീഡർ സതീശനെ എടുത്തിരുത്തണമെന്ന് ഞാൻ പറഞ്ഞു. ഒരു സമരം ജയിപ്പിച്ച ഗവൺമെന്റിനെ നിലക്ക് നിർത്താനുള്ള ഉത്തരവാദിത്തം പുള്ളി കാണിക്കും. സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ജനങ്ങൾ മൊത്തം ഭരണം എന്ന് പറയുന്നത് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അതിഭയങ്കരമായ നികുതി, അത് ഈ നികുതി പിരിക്കുന്നത് മാത്രമല്ല അതിനകത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നികുതി പിരിക്കുന്ന പണത്തിന്റെ 90% ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാൻ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളവും പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുകയാണ്. CAG-യുടെ റിപ്പോർട്ടോടെ വന്നിരുന്നു. നമ്മുടെ നികുതി പണത്തിന് 2% മാത്രമേ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നുള്ളൂ. ഏത് രാഷ്ട്രീയ പാർട്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾ സംഘടിച്ച് മാറ്റിയില്ലെങ്കിൽ കേരളം ഒരിക്കലും രക്ഷപ്പെടാത്ത ഒരു സ്ഥിതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 88 വയസ്സുള്ള അപ്പച്ചന് ഇവിടെ ഈ പ്രോഗ്രാമിന് പങ്കെടുക്കാനായിട്ട് വന്നാണല്ലോ. അപ്പച്ച, ഇപ്പോഴത്തെ ഈ ഭരണത്തെ അപ്പച്ചൻ എങ്ങനെ നോക്കി കാണുന്നു? ഈ ഭരണമെല്ലാം നമ്മളെ നശിപ്പിക്കുക, എല്ലാവരുടെയും, ഒരാളുടെതല്ല, എല്ലാ ഭരണവും നമുക്കിട്ട് കൃത്യമായിട്ട് വരുന്നതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അല്ലാതെ എന്താ പറയുന്നത്? ഇനി ഒരു 3ാം പിണറായി സർക്കാർ അധികാരത്തിലേക്കണം ആഗ്രഹിക്കുന്നുണ്ടോ? അതേ വരാൻ സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ രീതി കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രതിപക്ഷം ശക്തമല്ല. അതാ കാരണം, വേറെ ഒന്നുമല്ല. അവിടെ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലും കൊടേ ഉള്ളൂ. അതായത് പ്രതിപക്ഷം കാല് വാരും അല്ലേ? പ്രതിപക്ഷം കാല് വാരും അല്ലേ? അതല്ലേ, അങ്ങനെ തോന്നുന്നുണ്ടോ അപ്പച്ചനാ? ഉണ്ടല്ലേ? അപ്പോൾ എല്ലാ ആൾക്കാരും കഴിവുള്ള ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ട് വരാൻ ഇവർ ആഗ്രഹിക്കുന്നില്ലല്ലേ? ഇല്ല, ഒരിക്കലുമില്ല. ഇപ്പോഴത്തെ ഈ ഭരണത്തെ എങ്ങനെ നോക്കി കാണുന്നു? ഭരണത്തെ എനിക്ക് അത്ര തൃപ്തിയില്ല. എന്താ കാരണം? കാരണം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ അവർ ആവശ്യമില്ലാതെ ആൾക്കാരെ ജയിലിൽ പിടിച്ചിടുക. ഒരു MP വരെ ഇവിടെ മര്യാദയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത കേരളമായിപ്പോയി. MP മൂക്ക് അടിച്ചിരുന്നില്ല. അതാരുടെ കുഴപ്പമാണ്? ഇവിടുത്തെ ഭരണത്തിന് കുഴപ്പം കണ്ടല്ലോ. MP മൂക്ക് അടിച്ച് താഴ്ത്തൊക്കെ അതൊക്കെ വളരെ മോശം, വളരെ നാളുകളായിട്ട് വളരെ മോശം. ഏത് പാർട്ടി ആയാലും എനിക്ക് കുഴപ്പമില്ല. സാധാരണക്കാരന് ജീവിക്കാനുള്ള സാഹചര്യം ആയിരിക്കണം. ഏത് പാർട്ടി ആയിക്കോട്ടെ. ഇപ്പം ഇവിടെ 3 പാർട്ടിയല്ലേ ഉള്ളൂ. ഏത് പാർട്ടി ആയിക്കോട്ടെ, സാധാരണക്കാരന് ജീവിക്കണം, സമാധാനമായിട്ട് ജീവിക്കണം. ആ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഏത് ചാനലാണ്? ഡിക്റ്റിൻ ന്യൂസ് കേരള. ഏത് ചാനലായിക്കോട്ടെ, ഉള്ള കാര്യം പറയും. തീർച്ചയായിട്ടും അങ്ങനെ പറയണം. ഉള്ള കാര്യം ആരുടെ അടുത്തും പറയും. അത് നമുക്കൊരു പേടിയില്ല. അപ്പച്ചാ, പേരെങ്ങനെയാണ്? എവിടെ വീട്? ഇപ്പോഴത്തെ ഈ ഭരണത്തെ എങ്ങനെ നോക്കി കാണുന്നു അപ്പച്ചാ? ഈ ഭരണം മോശമല്ലേ? ഈ ഭരണം വളരെ മോശം. ഇപ്പോൾ ഈ 1 India 1 President എന്നുള്ള പരിപാടി എനിക്ക് ആദ്യം ഇതിനോട് വലിയ ആശയമില്ല, അറിയില്ലായിരുന്നു. ഞാൻ ഗൾഫിലായിരുന്നു, കുവൈറ്റിലായിരുന്നു. നാട്ടിൽ വന്ന് ഇപ്പം വന്നിട്ട് 4-5 കൊല്ലമായി. അപ്പോഴാണ് മനസ്സിലാക്കാണ് നാട്ടിൽ ആരും ചെറുപ്പക്കാരില്ല, എല്ലാവരും അങ്ങ് ദൂരെയാണ്. അപ്പം ഓസ്ട്രേലിയയിലും ഒക്കെ ലണ്ടനിലൊക്കെ നടക്കുമ്പോൾ നമ്മളെന്നെ നടക്കും, ആരുമില്ല. പ്രായമായി കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് 60 വയസ്സായി. മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആരുമില്ല നമ്മളെ നോക്കാനാട്ടെ. അപ്പോൾ 10,000 രൂപ കിട്ടുക ചോദിക്കാൻ തെറ്റെന്നാ? അധികമല്ലല്ലോ. അധികമല്ലത്. കാരണം നമുക്കത് അർഹതപ്പെട്ട 1.5 ലക്ഷം 2 ലക്ഷം പെൻഷൻ വരുന്ന നമ്മുടെ നികുതിയിൽ നിന്ന് കൊടുക്കുന്ന കാശാണ് ചോദിക്കുന്നില്ല. അപ്പൊ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ച നികുതി നമ്മൾ തിരിച്ചു ചോദിക്കുന്നു, അത്രേ ഉള്ളൂ. അതിന് നഷ്ടമൊന്നുമില്ല. നികുതിയുടെ ചെറിയൊരു അംശം അതന്നെ. അത് മേടിച്ച് അത് തരുന്ന അത് സർക്കാരിന്റെ ഒരു പ്രശ്നവുമില്ല. GST കൂടെ ഇഷ്ടം പോലെ ഇത് ഉണ്ടാക്കുന്നുണ്ട്, എല്ലാ രീതിയിൽ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ആരും ബാങ്കിൽ സൂക്ഷിക്കുന്നില്ലല്ലോ. ഇല്ല, ഇത് തന്നെ നമ്മുടെ ദൈനംദിന ആവശ്യത്തിനായിട്ട് നമ്മൾ നിറവേറ്റാനായിട്ട് വാങ്ങി സൂക്ഷിച്ചാലും മെമ്മറി പോയി തന്നെ എടുക്കും. അത് തന്നെ, മെമ്മറി പോയി തീർന്നില്ല, ആരാണ് കൊണ്ടുപോകും? തീർച്ചയായിട്ടും സർക്കാരിന്റെ രീതിക്ക് വന്നല്ലോ. അത് തന്നെ. എത്രയോ ഈ കുമ്മനാടുകളൊക്കെ ഇന്നുമാത്രം ബാങ്കിൽ പൈസ കിടന്നറിയോ? ഈ കോട്ടയം നമ്മുടെ കുമ്മനാട് ആ ഏരിയയിലൊക്കെ ഉള്ള ആർക്കും അറിയത്തില്ല, എവിടെ കിടക്കുന്നു അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഉള്ളത് പൈസ ജനങ്ങൾക്ക് ആവശ്യമനുസരിച്ച് കൊടുക്കുക. ഏതാ ഈ 60 വയസ്സ് വെച്ചവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും. അവരെന്നെ അങ്ങേറ്റം ജീവിച്ചാൽ 60-70 വയസ്സ് ജീവിക്കും, അല്ലെ 75 ജീവിക്കും. ഈ 1500-1600 രൂപ പെൻഷൻ കൊണ്ട് എന്തെങ്കിലും നടക്കത്തില്ല. മരുന്ന് പോലും അതൊരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ പേര് ആ പെൻഷൻ കിട്ടത്തുമില്ല, നിലകൊന്നും കിട്ടത്തില്ല. സർക്കാർ ജീവനക്കാർക്ക് ഒന്നും ബാധകമല്ല. എത്ര ഏക്കർ സ്ഥലം ഉണ്ടല്ലോ, നാഷണൽ എത്ര ഉണ്ടല്ലോ അവർക്ക് വിഷയമല്ല. ആ രീതി മുന്നോട്ട് പോകാൻ പാടില്ല. കാരണം എല്ലാവർക്കും ഒരുപോലെ ഒരേ ആശയം, ഒരുപോലെ നമ്മളെല്ലാം ഇന്ത്യയിലെ ജനങ്ങളല്ലേ ഒരുപോലെ വരണം. അവർ ഗവൺമെന്റ് ജോലി കിട്ടി ആയിക്കോട്ടെ, നമ്മളെ മേടിച്ച് കൊടുത്തു. പക്ഷേ എന്നാൽ അവർക്ക് ആ പെൻഷൻ വരുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ പോട്ടെ. സാറ് പ്രസംഗിച്ച പോലെ ആദ്യം കുറേ പേർ ഭർത്താവിന് പെൻഷൻ, ഭർത്താവ് മരിച്ചുമ്പോൾ ഭാര്യയ്ക്ക് പകുതി, ഭാര്യയ്ക്ക് പെൻഷൻ വേറെ നടക്കുന്നു. കണക്ക് കൂട്ടുമ്പോഴത്തേക്കും ഭയങ്കരമായ മോശമായ സിസ്റ്റമൊക്കെ മാറ്റേണ്ടതല്ലേ? മാറ്റണം. പഴയ സിസ്റ്റം ഇതൊക്കെ ഫോളോ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. കെട്ട ഭരണം ലൈഫ് എന്താ പറയണേ? എന്താ അങ്ങനെ പറയാൻ കാരണം? അനുഭവം, എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ എല്ലാം അടിച്ചു മാറ്റുമല്ലേ? എന്താ അടിച്ചു മാറ്റിയേ?
ഖജനാവും ശബരിമല സ്വർണ്ണമൊക്കെ ഇത് ആര് കൊണ്ടേന്ന് തോന്നുന്നേ? ബിരുദന്മാർ, പ്രായോഗിക ബുദ്ധിയുള്ളവരില്ല, കുറേ ഉള്ളൂ.